എന്തെങ്കിലും ഒരു പുരോഗമനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ അതിനകത്തുള്ളവർ തന്നെ അതിന് പണി കൊടുക്കും. അത് നമുക്കറിയാവുന്ന കാര്യം. പക്ഷെ ഇത്തവണ ഇത് പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് വെറുതെക്കാരല്ല, സാധാരണ മനുഷ്യരല്ല, അല്ലെ അവിടെ ചികിത്സയ്ക്ക് വന്നവരല്ല. അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ഇത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ചെറിയ അനക്കം ഉണ്ടായി, അതൊരു ചർച്ചാ വിഷയമൊക്കെയായി. വേറെ ഒത്തിരി തിരക്കുകൾ സർക്കാരിന് ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിന് ഈ സൂംബ ഡാൻസ് അവതരിപ്പിക്കുക. ഇനി സ്കൂളുകളിലൊക്കെ സൂംബ ഡാൻസാ, അത്യാവശ്യം ഇംഗ്ലീഷും മലയാളവും സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിച്ചിട്ട് ബാക്കി സൂംബ ഡാൻസാ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളില്ല, അതിനുവേണ്ടിയുള്ള തർക്കങ്ങളില്ല. ചിലർ അത് ഏർക്കുന്നു. അപ്പൊ മന്ത്രി പറയുന്നു, നിങ്ങളാരും ഞങ്ങൾക്ക് ആജ്ഞ നൽകാനൊന്നും വരണ്ട, ആജ്ഞാപിക്കാൻ പോരണ്ട, ഇത് ഞങ്ങൾ നടത്തും എന്ന് പറയുന്നു. അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്നു ഈ സൂംബ ഡാൻസിന്റെ. അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ഒരു 2 കോടി രൂപയുണ്ട്. അതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. 2 കോടി രൂപ ലോക സമാധാനത്തിന്. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ നടക്കുകയാണല്ലോ, അപ്പോൾ ആ യുദ്ധം തീർക്കുന്നതിന് വേണ്ടി അതിനുള്ള ശ്രമങ്ങൾക്ക് 2 കോടി രൂപ ചെലവഴിക്കാം എന്ന് കരുതിയിരുന്നതാ. നമ്മുടെ ബേബി സഖാവ് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈ ഡൊണാൾഡ് ട്രംപിനൊക്കെ താക്കീത് കൊടുത്തു പലവട്ടം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് ട്രംപ് മൈൻഡ് ചെയ്തില്ലെന്നേ.